മലബാർ ഭാഗത്ത് നടക്കുന്ന കഥകൾ തന്നെയാണ്. അങ്ങനെ ഒരു ചോയ്സ് എടുക്കാൻ കാരണം നിങ്ങൾക്ക് തോന്നുന്നത്? അനിൽ സാറും മലബാറിലുള്ള ഒരാളായതുകൊണ്ടായിരിക്കണം. അവിടെ നടക്കുന്ന ഒരു ജീവിത രീതികൾ തന്നെയാണ് കാണിക്കുന്നത് മലബാർ ഭാഗത്ത് നടക്കുന്നത്. അതെനിക്കറിയില്ല. പക്ഷെ ഞാൻ ഈ വീടിന്റെ അവസ്ഥകൾ ശ്രദ്ധിക്കാൻ, എനിക്ക് എത്രയോ വലിയ വലിയ സൗധങ്ങൾ കേരളത്തിൽ ഉണ്ടാക്കിയിരുന്നു. ആരുമില്ല, വീടില്ലാത്ത എത്രയോ പേരുണ്ട്. അപ്പോൾ അത് നമ്മൾ ചിന്തിക്കേണ്ട ഒരു വിഷയം തന്നെയാണ്. ഇത്രയോ പേർക്ക് വീടില്ല, പക്ഷെ ഇത് അനാവശ്യമായിട്ട് കെട്ടിപ്പോക്കി ഇഷ്ടം പോലെ വീട് നാട്ടിലുണ്ട്. സാറ് വിളിച്ചിട്ട് ഇതിൽ ചെയ്യാൻ പറഞ്ഞപ്പം ശരിക്കും അവരോടുള്ളൊരു ഫാമിലിയോടുള്ളൊരു ഇഷ്ടത്തിലാണ് നമ്മൾ ചെയ്യുന്നത്. അതൊരിക്കലും ഒരു തിയേറ്ററിൽ വരുമെന്ന് അന്ന് ഒട്ടും വിചാരിച്ചിരുന്നില്ല. ഹലോ എവരി വൺ, വെൽക്കം ടു നർച്ചിക് മീഡിയ. അപ്പൊ ഇന്ന് നമ്മുടെ ഒപ്പം ഉള്ളത് മലബാർ ടേൽസ് എന്ന സിനിമയിലൂടെ നമ്മുടെ ഒപ്പം മുന്നിലെത്താൻ പോകുന്ന 2 പേരാണ്. വെൽക്കം. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖം. അപ്പൊ വലിയൊരു വിശേഷം നടക്കാൻ പോകുന്നത്, സിനിമ റിലീസിന് ഒരുങ്ങി. അപ്പൊ ഈ മലബാർ ടേൽസ് എന്ന സിനിമയെ പറ്റി ഒന്ന് പറയാമോ? മലബാർ ടേൽസ് ഒരു ആന്തോളജി മൂവീസ് ആണ്. 5 മൂവി ഉള്ളതാണ്. അതിൽ ലത ചേച്ചി ശതാഭിഷേകത്തില്, ഞാൻ ബംഗ്ലാവ് പറഞ്ഞൊരു 2 കഥകളിലൂടെ. നിങ്ങളുടെ ക്യാരക്ടറിനെ പറ്റി ഒന്ന് പറയാമോ? എൻ്റേത് ഒരു ശതാഭിഷേകം, അതായത് എൻ്റെ ഫാദറിനോടെ ബർത്ത്ഡേ ഒരു സെലിബ്രേഷന്, ഒരു ജോയിൻറ്റ് ഫാമിലിയാണ് കാണിക്കുന്നത്. അതിൽ മൂത്ത മകൻ്റെ ഭാര്യയായിട്ടാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. അന്നത്തെ ഫങ്ഷനും കാര്യങ്ങളും ആയിട്ടുള്ള ഒരു ഫാമിലിയായിട്ട് നല്ല കുഞ്ഞു കഥ, നല്ല സ്റ്റോറി. എൻ്റെത് അത് ശരിക്കും ഒരു മെസ്സേജും കൂടിയാണ് കേട്ടോ. നമ്മുടെ വീട്, നാട്ടിൽ വലിയ വലിയ വീട് ഉണ്ടാക്കിയിട്ട് അത് യൂസ് ചെയ്യാതെ നമ്മളൊക്കെ വെളിനാട്ടിലായിരിക്കും, പുറത്തായിരിക്കും. അപ്പം ഞങ്ങൾ കുറെ കാലത്തിന് ശേഷം ഞങ്ങൾ വീട്ടിലേക്ക് വരുമ്പോൾ അവിടെ ഉണ്ടാവുന്ന ഒരു സംഭവവികാസമാണ് കൂട്ടിയിട്ട വീട്ടിൽ നടക്കുന്നത്. അപ്പൊ ഈ കഥയുടെ പേരാണ് മലബാർ ടേൽസ് എന്നാണ്. അപ്പൊ നമ്മുടെ ഈ എല്ലാ കഥകളും പറഞ്ഞു വരുന്നത് ആ ഏരിയയിലാണോ? മലബാർ എന്ന് പറയുന്ന ഏരിയയിലാണോ? മലബാർ ഭാഗത്ത് നടക്കുന്ന കഥകൾ. എന്തുകൊണ്ടായിരിക്കും അങ്ങനെ ഒരു ചോയ്സ് എടുക്കാൻ കാരണം നിങ്ങൾക്ക് തോന്നുന്നത്? അനിൽ സാറും മലബാറിലുള്ള ഒരാളായതുകൊണ്ടായിരിക്കണം. അല്ല, നമ്മുടെ കഥകളിൽ അങ്ങനെ പ്രത്യേകിച്ച് അവിടുത്തെ രീതികളോ അവിടുത്തെ ഇതുങ്ങളും അവിടെ നടക്കുന്ന ഒരു ജീവിത രീതികൾ തന്നെയാണ് കാണിക്കുന്നത് മലബാർ ഭാഗത്ത് നടക്കുന്നത്. ഇപ്പൊ മാം പറഞ്ഞു ജോയിന്റ് ഫാമിലി ആണെന്ന്. പൊതുവെ ഇപ്പോഴത്തെ കാലത്ത് ജോയിന്റ് ഫാമിലി ഭയങ്കര കുറവല്ലേ? ശരിക്കും പറഞ്ഞാല് നമ്മള് പോലും ഒരു ന്യൂക്ലിയർ ഫാമിലി ആഗ്രഹിക്കുന്നതാണ്. അപ്പൊ മാം എങ്ങനെ ജോയിന്റ് ഫാമിലി വളർന്ന ആളാണോ? ജോയിന്റ് ഫാമിലിയിൽ അധികം ഉണ്ടായിട്ടില്ല. പക്ഷെ ഞാൻ കുറച്ച് നാള് കല്യാണം കഴിഞ്ഞതിന് ശേഷം നിൽക്കാൻ ഒരു അവസരം ഉണ്ടായി. പക്ഷെ എനിക്കിപ്പോഴും അതാണ് ഏറ്റവും ഇഷ്ടം, ജോയിന്റ് ഫാമിലി. തീർച്ചയായിട്ടും. അപ്പൊ നമ്മുടെ ഈ സിനിമയില് ഉള്ള ആ ഫാമിലിയും ഇപ്പൊ മാം ജീവിച്ച ഒരു രീതിയൊക്കെ ഇതിനകത്തെ 3 ആൺമക്കളുടെ ഭാര്യമാരും 2 സിസ്റ്റേഴ്സും ആയിരുന്നു. അവരൊരുമിച്ച് കൂടുന്ന ഒരു ഇതാ കാണിച്ചേ. ഭയങ്കര രസമായിരുന്നു. അതിനുശേഷം ഇപ്പോഴും അതുപോലെ തന്നെ ഞങ്ങൾ ഒരുമിച്ച് എപ്പോഴും തീർച്ചയായിട്ടും അതൊരു ഭയങ്കര രസമാണ്. പക്ഷെ എല്ലാവരും ന്യൂക്ലിയർ ഫാമിലി ആവാൻ ഞാനടക്കം ആദ്യം നമ്മൾ ആഗ്രഹിക്കും. പക്ഷെ പോയി കഴിയുമ്പോഴേ അറിയുന്നത് ഈ ജോയിന്റ് ഫാമിലിയുടെ ഒരു സുഖവും അതിനകത്തുള്ളൊരു എന്താ പറയുക, നമുക്കൊക്കെ ഉള്ള കുറേ റെസ്പോൺസിബിലിറ്റീസ് എല്ലാവരും ഷെയർ ചെയ്യുന്നതും ഒക്കെ ആ സമയത്താണ്. അത് കുറച്ചും കൂടെ കഴിയുമ്പോഴേ അത് മനസ്സിലാക്കുന്നത്. കൊച്ചായിരിക്കുമ്പോൾ അത്ര അറിയത്തില്ല. പിന്നെ ഇപ്പൊ പ്രസീതയുടെ കഥയാണെങ്കിൽ പുറത്ത് പോയി ജീവിച്ചു, പിന്നെ തിരിച്ച് നാട്ടിലോട്ട് വരുന്നു. അപ്പൊ വീടിനെ പറ്റിയതൊക്കെയാണല്ലോ. അപ്പൊ ശരിക്ക് ഈ പറയുന്ന കഥയും നമ്മളെ ചുറ്റും പലരും ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ശരിക്കും അങ്ങനെ ആരെങ്കിലും റിയൽ ലൈഫിൽ കണ്ടിട്ടുണ്ടോ ഈ ഒരു സിറ്റുവേഷനിലൂടെ പോയ? അതെനിക്കറിയില്ല. പക്ഷെ ഞാൻ ഈ വീടിന്റെ അവസ്ഥകൾ ശ്രദ്ധിക്കാൻ, എനിക്ക് എത്രയോ വലിയ വലിയ സൗധങ്ങൾ കേരളത്തിൽ ഉണ്ടാക്കിയിട്ട് വീടില്ലാത്ത എത്രയോ പേരുണ്ട്. അപ്പൊ അത് നമ്മൾ ചിന്തിക്കേണ്ട ഒരു വിഷയം തന്നെയാണ്. എത്രയോ പേർക്ക് വീടില്ല, പക്ഷെ ഇത് അനാവശ്യമായിട്ട് കെട്ടിപ്പോക്കി ഇഷ്ടം പോലെ വീട് നാട്ടിലുണ്ട് തന്നെ. ശരിക്കും നമുക്ക് ചിന്തിക്കാൻ ഉള്ളൊരു സ്കോപ്പ് ഉള്ളത് ആ വീട്ടിൽ നടക്കുന്ന രസകരമായ ഒരു കോമഡി ഒരു ഇതിൽ എടുത്തിരിക്കുന്നത്. മാമിന്റെ കുറച്ചുകൂടി സീരിയസ്. അപ്പൊ നിങ്ങൾ രണ്ടുപേരും ഇപ്പൊ കുറച്ച് മൂവീസിലൂടെ ഓൾറെഡി നമ്മുടെ ഇൻഡസ്ട്രിയിൽ ഉള്ളവരാണല്ലോ. അപ്പോൾ ഈ ഒരു മൂവിയിലോട്ട് വരുമ്പോൾ എന്താണ് നിങ്ങൾ ക്യാരക്ടേഴ്സ് കിട്ടിയതിൽ ഡിഫറൻസ് തോന്നിയത്? ഞാൻ ഈ മൂവി സത്യം പറയുകയാണെങ്കിൽ എടുക്കുമ്പം ഇതൊരു ശരിക്കൊരു ഫാമിലി ഇതായിട്ട് പറയാം. അനിൽ സാറിൻ്റെ മകളാണ് ഇതിനകത്ത്
സാറിനെ ഹെൽപ്പ് ചെയ്ത് അസോസിയേറ്റ് ആയിട്ടൊക്കെ ചെയ്തിരിക്കുന്നത്. സാറിൻ്റെ ഒരു മൂവി ഞാൻ 2017 ചെയ്തിട്ടുണ്ട്, ഓവർടേക്ക് എന്ന് പറഞ്ഞിട്ട്. അത് ഞാൻ വന്ന കൊല്ലമാണ്, അത് ഞാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ ആ സമയത്ത് 2017. സാർ എനിക്ക് അതിനകത്ത് ചെറിയൊരു വേഷം തന്നിട്ട് എന്നെ ഒന്ന് എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ സാറിനെ അറിയാം, ആ ഫാമിലിയെ അറിയാം. പക്ഷെ സാറ് വിളിച്ചിട്ട് ഇതിൽ ചെയ്യാൻ പറഞ്ഞപ്പം ശരിക്കും അവരോടുള്ളൊരു ഫാമിലിയോടുള്ളൊരു ഇഷ്ടത്തിലാണ് നമ്മൾ ചെയ്യുന്നത്. അതൊരിക്കലും ഒരു തിയേറ്ററിൽ വരുമെന്ന് അന്ന് ഒട്ടും വിചാരിച്ചിരുന്നില്ല. ഒരു ഷോർട്ട് ഫിലിം എന്ന് പറയാൻ പറ്റില്ല, സാർ ഒരു സിനിമ എടുക്കുന്നു, ഒരു ആന്തോളജി മൂവിയാണെന്ന് പറഞ്ഞപ്പം അത് ചെയ്യാൻ വന്നു എന്നുള്ളൂ. സാറിൻ്റെയും ആ ഫാമിലി, സാറിൻ്റെ വൈഫിൻ്റെ ഒരു പ്രീതയാണ്, മകൾ അനുപ്രിയാണ് ഇതിനകത്ത് ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. പക്ഷെ അവരോടുള്ള ഒരു അടുപ്പം കൊണ്ട് ഇത് ചെയ്തു. പക്ഷെ ഒരു തിയേറ്ററിൽ വരെ സാർ ഇത് എത്തിക്കുന്ന സത്യത്തിൽ ഒട്ടും വിചാരിച്ചിരുന്നില്ല. സാറ് പറഞ്ഞ ക്യാരക്ടർ ചെയ്തു. വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് കുറച്ച് ആന്തോളജി മൂവിയല്ല ഇതിനകത്ത്, പക്ഷെ ആ ഒരു സിനിമയിൽ കുറച്ചൊരു സീരിയസ് ആയിട്ടുള്ള ഒരു നല്ല റോൾ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. എനിക്ക് അവരുടെ ഫാമിലി നമ്മൾ എടുത്ത് പറയേണ്ട ഒരു ഫാമിലിയാണ്. അച്ഛനും മകളും തമ്മിലൊരു കോർഡിനേഷൻ. ഞാനാണെങ്കിൽ അച്ഛനും എപ്പോഴും ആടിയായിരിക്കും, ബട്ട് എവറി ലിറ്റിൽ അവള് വർക്ക് ചെയ്യുമ്പോൾ അച്ഛനും മകളുമായിട്ടല്ല വർക്ക് ചെയ്യുന്നത്, ബോസ് ആൻഡ് അവള് നോട്ട് ചെയ്യും. അവര് തമ്മിലുള്ള കോർഡിനേഷൻ, അമ്മയും ഉണ്ടാവും സെറ്റില്, ഇവര് മൂന്നുപേരും കൂടി. അതൊരു ഫാമിലി തിങ് ആയിരുന്നു ഈ മൂവി സെറ്റിൽ. അതുകൊണ്ട് തന്നെയായിരിക്കും ഇത് റിലീസിലോട്ട് വരെ എത്തിയതെന്ന് തോന്നുന്നു. അവൾ തന്നെ എഡിറ്റിംഗ് ചെയ്ത് അവൾക്ക് എല്ലാ ഏത് ഷോർട്ട് എവറിത്തിങ്. അനുപ്രിയ എഡിറ്ററും കൂടെയാണ് സാറിന്റെ മോള്. അത് നല്ലൊരു അച്ഛനും മോളും തമ്മിലൊരു കോർഡിനേഷൻ തന്നെയാണ് അത് ഇവിടെ വരെ എത്തിച്ചത്. ഇതുവരെ ചെയ്ത ക്യാരക്ടറിൽ എന്ത് വ്യത്യാസമാണ് ഈ ഫിലിമിൽ? ഇതെനിക്ക് സട്ടിലായിട്ടാണ് ചെയ്യേണ്ടത്. നമ്മൾ ഈ ക്യാരക്ടർ ത്രൂ ഔട്ട് ഉണ്ട്. എനിക്ക് സട്ടിലായിട്ടാണ് ഇതിൽ പോകേണ്ടത്. എൻ്റെ ഇത് വെച്ച് എനിക്ക് അങ്ങനെ എടുത്ത് പറഞ്ഞു. മറ്റുള്ളവർ ചെയ്യുമ്പോൾ ഞാൻ എപ്പോഴും അവിടെ ഉണ്ട്. എൻ്റെ ക്യാരക്ടർ പറയുമ്പോൾ ഞാൻ ത്രൂ ഔട്ട് ഉണ്ട്. നമ്മൾ ത്രൂ ഔട്ട് ഇങ്ങനെ സട്ടിലായിട്ട് ഇട്ട് കൊടുക്കേണ്ടതാണ് എൻ്റെത്. ത്രൂ ഔട്ട് ഉണ്ട്, പക്ഷെ സട്ടിൽ ഒരു മാനറിൽ പോകണം. കാരണം എൻ്റെ മക്കള് എൻ്റെ ഹസ്ബൻഡിനും ഒക്കെ ആകുമ്പോൾ നമ്മളുള്ള ഒരു വിട്ടുപോകാതെ ത്രൂ ഔട്ടായിട്ട് ചെയ്യേണ്ട കാര്യം. അപ്പോൾ നമ്മുടെ മൂവി ഇങ്ങനെ റിലീസിന് റെഡി ആയിട്ടിരിക്കണം, എന്താണ് പ്രേക്ഷകരോട് പറയാനുള്ളത്? പ്രതീക്ഷിക്കാനാണ് അത് ഇതുവരെ എത്തിയത്. ഇനി എന്താന്നുള്ളത് നോക്കിക്കാണാം. എല്ലാവരും വന്നിട്ട് ഇതുപോലെയുള്ള കൊച്ചു കൊച്ചു മൂവീസ് എടുക്കുന്ന ഒത്തിരിയും ഡയറക്ടേഴ്സ് കാണും. വലിയ പ്രതീക്ഷയോടെ ആയിരിക്കും എടുക്കുന്നത്. തീർച്ചയായിട്ടും എല്ലാവരും വന്ന് കാണണം. അത് കാണണം, എങ്ങനെയാ ഇരിക്കുന്നതെന്നുള്ളതല്ല, അത് കാണണം എന്നുള്ളതാണ് ഞങ്ങളുടെയും ആഗ്രഹം. അപ്പൊ ഈ പറഞ്ഞ പോലെ തന്നെ മൂവി വൻ വിജയകരമാവട്ടെ എന്ന് ആശംസിക്കുന്നു. നിങ്ങളും ഇനി നല്ല നല്ല റോൾസിൽ ഞങ്ങളുടെ മുന്നിൽ എത്തിയെന്ന് ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്.